This is Vinithan Vijayan, and hope all you are doing good. So for the last few weeks, we have been doing some writing task related live session, especially on writing task 1 and writing task 2. So we have discussed some of the common mistakes that are happening in the writing task 2 sessions in the last live session. Today we are going to continue with the writing task 1, academic writing task 1, report writing, and we are going to look into the process and cycle diagrams. So we have been receiving many queries related to the process and cycle diagrams, and the students are having some trouble to deal with the process as well as with the diagrams. Okay, so once again I welcome you all. So we are going to the session. So process and cycle diagrams. So here you can see two types of diagrams are there. First one is process, and the second one is cycle. So we can see different types of process are related to the writing task 1, like a management chain, or the production process, or a communication process. So you can see in this diagram, a process will be like it is continuous. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ചാർട്ടാണ്. സോ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. ദർ വിൽ ബി അൻ എൻഡ്. അവിടെ ഒരു എൻഡ് ഉണ്ടാകും. പക്ഷേ ആ എൻഡിൽ നിന്ന് വീണ്ടും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രോസസ്സ് നിൽക്കുന്നത് സിയിലാണ് അവസാനിച്ചിരിക്കുന്നത്. സോ അത് വീണ്ടും എയിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. സോ അതാണ് പ്രോസസ്സിൻ്റെ പ്രത്യേകത. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സൈക്കിൾ, ബട്ട് സൈക്കിളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. യു ക്യാൻ സി ഇറ്റ്സ് സർക്കുലേറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ്, വീണ്ടും എന്തുണ്ട്, റീസ്റ്റാർട്ട് ആവുന്നത്. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും, ദെൻ ഇറ്റ് അഗെയിൻ കംസ് ടു എ. ദിസ് ഇസ് റൊട്ടേറ്റിംഗ്, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ഒരു ചെയിൻ ഓഫ് സർക്കിൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സർക്കിൾ പോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ പ്രോസസ് ഈസ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു പ്രോസസ്സിൻ്റെയും സൈക്കിളിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം there are no much more differences in process and cycle there, but there are some slight differences when you are attending the writing task 1, especially in this process and cycle. So ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, process and the cycle. So the first one is process, the second one is, as you can see the first one is process. അത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ബിയിലേക്ക് പോകുന്നു, സിയിലേക്ക് പോകുന്നു. മേ ബി ഇറ്റ് കണ്ടിന്യൂസ്. അത് ചിലപ്പോൾ സിയിലേക്കും ഡിയിലേക്കും എഫിലേക്കും അല്ലെങ്കിൽ ഇയിലേക്ക് എഫ് കൊണ്ടായിരിക്കും അവസാനിക്കും. ബട്ട് ഇറ്റ് വോണ്ട് കം ബാക്ക് ടു എ അഗെയിൻ. എയിലേക്ക് തിരിച്ചു വരില്ല. ബട്ട് ഇവിടെ സൈക്കിളിലേക്ക് വരുമ്പോൾ എന്തുണ്ട്, എയിൽ നിന്ന് ബിയിലേക്കും സിയിലേക്കും, അവിടെ നിന്ന് ഡി അല്ലെങ്കിൽ ഇ എഫ് വീണ്ടും എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്തത് എയിലേക്ക് തന്നെ വരുന്നു. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാമർ. സോ വെൻ യു അറ്റൻഡ് ദിസ് process and cycle, so normally we write this generally the present simple. First one is tense. Generally the present simple tense is used to report actions which regularly happen in a process. So it's an action happen regularly, so we have to use the simple present tense. ഒരു ആക്ഷൻ റെഗുലർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണിത്. So we don't need to explain it in the past tense or in the future tense. അവിടെ ഒരു ഇയർ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ ഒരു സ്പെസിഫൈഡ് ടൈം അവിടെ നമുക്ക് ഉണ്ടാവില്ല. ഒരു ആക്ഷൻ റെഗുലർലി നടക്കുന്ന ഒരു ആക്ഷനാണ്. സോ വി ഓൺലി നീഡ് ടു റൈറ്റ് ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സോ ആൻഡ് സംടൈംസ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് മേ ഓൾസോ ബി യൂസ്ഡ് ടു സിഗ്നിഫൈ ദ കംപ്ലീഷൻ ഓഫ് ദ സ്റ്റേജ്. ഒരു പ്രോസസ്സിൻ്റെ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മേ ബി ഒരു പ്രോസസ്സിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേജസ് ആണ്. ഒരു സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഫോർത്ത് സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്ത് ഫിഫ്ത്ത് സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് വി ക്യാൻ യൂസ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, എസ്പെഷ്യലി ഹാവ്, ഹാസ് ഒക്കെ നമുക്കവിടെ യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് പാസീവ് വേഴ്സസ് ആക്റ്റീവ് ഫോം. സോ ദ നാച്ചുറൽ ഈവൻറ്റ്സ്. സോ നമുക്കറിയാം, ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ രണ്ട് ഈവൻറ്റ്സ് ഉണ്ടാകും. നാച്ചുറൽ ഈവൻറ്റ്സ് ഉണ്ടാകും, ആർട്ടിഫിഷ്യൽ ഈവൻറ്റ്സ് ഉണ്ടാകും. സോ നാച്ചുറൽ ഈവൻറ്റ്സ് മീൻസ് ഫോർ ഈവൻറ്റ്സ് വിച്ച് ഹാപ്പൻ autonomously in nature, such as rain, formation of clouds, or erosion of mountains, generally use the active form unless you need to shift focus from the subject to the object of the stage. സോ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സിൻ്റെ ഒരു ഫോർമേഷൻ, അല്ലെങ്കിൽ മേ ബി ഒരു പ്രോസസ് ഓഫ് എ ലാൻഡ്, അല്ലെങ്കിൽ ഒരു ലാൻഡ് ക്രിയേഷൻ, ഇത്തരത്തിലുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഈവൻറ്റ്സ് ആണ് അവിടെ തന്നിട്ടുണ്ട്. സോ റെയിൻ, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് റെയിൻ, ഹൗ ദ റെയിൻ ഈസ്
how the rain is happening and the formation of clouds, all these things are ഇങ്ങനെ ഒരു കാര്യങ്ങളാണ് തരുന്നതെങ്കിൽ സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആക്റ്റീവ് ഫോം അല്ലെങ്കിൽ ആക്റ്റീവ് ഫോമിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിങ്ങളതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കേണ്ടതാണ്. സോ ഇനി ആർട്ടിഫിഷ്യൽ ഈവൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഒരു പ്രോസസ്സ്, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ്, മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓഫ് ലെതർ ബെൽറ്റ്സ്, അങ്ങനെ ഒരു പ്രോസസ്സാണ് തന്നിരിക്കുന്നതെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ പ്രോസസ്സാണ്. അവിടെ ഇൻസേർട്ട് ആയിരിക്കുന്ന അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെഷീനറീസ് ഉണ്ടാവും, മെഷീനറീസിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പാസീവ് ഫോം യൂസ് ചെയ്യുക. ഇൻ ആർട്ടിഫിഷ്യൽ സ്റ്റേജസ് ദ ഹ്യൂമൻ സബ്ജക്ട്സ് ആർ യൂഷ്വലി ഇഗ്നോർ ടു യൂസ് ദ പാസീവ് ടു ഫോക്കസ് ഓൺ വാട്ട് ബീയിങ് ഡൺ. If the subject has also been mentioned in the diagram, add it as an agent. സോ ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നടക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, അവിടെ ഒരു കൃത്യമായിട്ട് ഒരു ഹ്യൂമൻ ഇൻ്റർഫേസ് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ടൊരു അല്ലെങ്കിൽ ഒരു പല സ്റ്റെപ്സ് ആയിട്ടായിരിക്കും, സ്റ്റേജസ് ആയിട്ടായിരിക്കും കാണിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻഡിവിജ്വൽ ആണ്, അത് മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അതെന്ത് ചെയ്യുക, നമ്മൾ പാസീവ് ഫോമിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആക്റ്റീവ് ഫോം യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, നിങ്ങളുടെ നാച്ചുറൽ ഈവൻറ്റ്സ് ആണ് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ ചെയ്യുന്നതാണെങ്കിൽ അതിനെ ആക്റ്റീവ് ഫോമിലേക്കും, അല്ലെങ്കിൽ നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ പാസീവ് ഫോമിലേക്കും യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഡിസ്ക്രൈബിംഗ് പർപ്പസ്. സോ വെൻ യു നീഡ് ടു റിപ്പോർട്ട് ദ മീൻസ് ഓഫ് ടൂൾ യൂസ് ടു പെർഫോം എ സ്റ്റേജ്, അവോയ്ഡ് യൂസിങ് ബൈ. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്, ചോക്ലേറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്, അവിടെ ദ ഫിൽട്രേഷൻ ഓഫ് ചോക്ലേറ്റ്, അവിടെ ചോക്ലേറ്റ് ഫിൽട്ടർ ചെയ്യാനായിട്ട് ഇമാജിൻ ദർ ഇസ് എ മെഷീനറി യൂസ് ഓർ എ ഫിൽട്ടർ ഓർ എ ഗ്രിഡ് ഈസ് യൂസിങ് ടു ഫിൽട്ടർ ദ ചോക്ലേറ്റ്. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമാണ്, അവിടെ യൂസിങ് ബൈ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുക. ബൈ യൂസിങ് അല്ലെങ്കിൽ ബൈ ഉപയോഗിച്ച് ഇറ്റ് ഈസ് ക്ലീൻഡ് ബൈ ഓർ ഇറ്റ് ഈസ് ഫിൽറ്റേഡ് ബൈ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഫോർ ടൂൾസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക, ഇറ്റ് ഈസ് ഡൺ യൂസിങ് ത്രൂ ദ യൂസ് ഓഫ് വി ക്യാൻ സേ എ ഡിഗർ ഓർ എ ക്ലീനർ ഓർ എ ഫിൽറ്റർ, അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു ടൂളാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ. ഇഫ് ഇറ്റ്സ് എ മെത്തേഡ്, ഇറ്റ് ഈസ് ഡൺ ത്രൂ ഓർ വിയ. ഒരു ടൂൾ ഉപയോഗിച്ചാണ് അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ, അപ്പോൾ ഒരു ടൂൾ ഉപയോഗിച്ചുള്ള പ്രോസസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിന് അവിടെ ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതല്ല, ഫോർ മെത്തേഡ്സ്, ഒരു മെത്തേഡ്സ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് വി ക്യാൻ സേ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ വി ക്യാൻ യൂസ് ഡൺ ത്രൂ അല്ലെങ്കിൽ വിയ എന്ന് ഉപയോഗിക്കാവുന്നതാണ്. സോ ബൈ എന്നൊരു കാര്യം മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ ഇറ്റ് യൂസ് ദ റോൾ ഓഫ് ഡാഷ് ഈസ് ടു, ദ റോൾ ഓഫ് ദ ഫിൽട്ടർ ഈസ് ടു ക്ലീൻ ദ വാട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ the filter prevents or the filter stops or the filter protects or the filter avoids the contamination, നമുക്ക് അങ്ങനെ പറയാം. അല്ലെ പറയാം the filter allows the water to be more purified, അങ്ങനെ പറയാൻ സാധിക്കും. നമുക്ക് ഏത് ടൈപ്സ് ഓഫ് സെൻറ്റൻസിന് വേണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ടൂളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ടൂളിൻ്റെ ഐഡിയ ആണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ടൂളിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ it is using through, it is done using through, അല്ലെങ്കിൽ it is done through, അല്ലെങ്കിൽ it is done using എന്ന് പറയാൻ ശ്രമിക്കുക. If it is a method, try to use it is done through or it is done via. Okay, fine. So linking. So how to link the sentences. So നമുക്ക് we can see different types of stages are there. First stage, second stage, first stage, middle stage, second stage or final stage. There are different types of stages are there. So you can use the first. So imagine a process starting for the first. Just a moment. Shaji Sadanandan, good morning sir. Shiji. Good morning Shiji. And again we are moving to the next session. And the first stage, in order to explain the first stage, we can use these methods or these phrases here. First, firstly, first of all, in the first stage, at or in the beginning. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നത്, കാരണം ദ പ്രോസസ് ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട്, പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് നമുക്ക് സൈക്കിളിലാണെങ്കിലും പ്രോസസ്സിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് ഉപയോഗിക്കാണ്. ഫസ്റ്റ്ലി, ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്, അറ്റ് ഇൻ ദ ബിഗിനിങ്, ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഓവറോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം പിന്നീട് നമ്മൾ ആ ബോഡി പാരഗ്രാഫിലേക്ക് കടക്കുകയാണ്. അതായത് പ്രോസസ്സിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് വി ക്യാൻ യൂസ് ദിസ് ഫ്രേസസ് ഹിയർ. ഓക്കെ, ദെൻ the next one is the first stage is when. എപ്പോഴാണ് ഫസ്റ്റ് സ്റ്റേജ്? The first stage is when the digger digs the clay, അല്ലെങ്കിൽ the clay is excavated by using a digger. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ആ മണ്ണ് കുഴിച്ചെടുക്കുന്ന സമയത്താണ്. സോ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ദ പ്രോസസ് ബിഗിൻസ്, സ്റ്റാർട്ട്സ്, കമൻസസ് വെൻ.
പ്രോസസ്സ് ബിഗിൻ ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു കമൻസ് ചെയ്യുന്നു എപ്പോഴാണ് വെൻ ദ ഷുഗർ കെയിൻ ഈസ് ബിക്കം അല്ലെങ്കിൽ പറയാം വെൻ ദ ചോക്കോ ഈസ് അല്ലെങ്കിൽ ദ ചോക്കോനട്ട്സ് ഈസ് ബിക്കം റൈപ്ഡ് അല്ലെങ്കിൽ റൈപ്പായി കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും ആ പ്രോസസ്സ് സ്റ്റാർട്ട് ആകുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ദ പ്രോസസ്സ് ബിഗിൻസ് വിത്ത് ദ കട്ടിങ് ഓഫ് ഷുഗർ കെയിൻസ് അല്ലെങ്കിൽ ഷുഗർ കെയിൻസ് കട്ട് ചെയ്യുന്നതിലൂടെയാണ് കട്ടിങ് ഓഫ് ഗ്രോൺ ഷുഗർ കെയിൻസ് നമുക്ക് പറയാൻ സാധിക്കും. ആ ഷുഗർ കെയിൻസ് കട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ദീസ് ആർ ദ തിങ്സ് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിൻ്റെയോ ഒരു സൈക്കിളിൻ്റെയോ തുടക്കം അല്ലെങ്കിൽ ഇനീഷ്യലി നമുക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് മിഡിൽ സ്റ്റേജസ്. സോ ഇമാജിൻ എ പ്രോസസ് ഹാസ് കംപ്ലീറ്റഡ്, യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് a new process or new stage is going to start. So here you can use these types of phrases like next, then, after this or that, then following this or that, then afterwards. All these things, all these phrases can be used there. അവിടെ ഉപയോഗിക്കുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് നടന്നൊരു സ്റ്റേജസിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഒരു സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഇനീഷ്യലി നടന്നൊരു സ്റ്റേജിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ദിസ് സെക്കൻഡ് സ്റ്റേജ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫൈൻ. അത് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ യു ക്യാൻ സീ ഇൻ ദ ഫോളോയിങ് സ്റ്റേജ്, ദെൻ ഇൻ ദ സ്റ്റേജ് ആഫ്റ്റർ ഫോളോയിങ് ദ കൾട്ടിവേഷൻ അങ്ങനെ പറയാം. അല്ലെങ്കിൽ പറയാം ഇൻ ദ സ്റ്റേജ് ദാറ്റ് ഫോളോസ്, എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത്, തൊട്ട് മുമ്പേ നടന്ന സ്റ്റേജിനെ ഫോളോ ചെയ്യുന്നു. ആൻഡ് ഓവർ ദ കോഴ്സ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ നെക്സ്റ്റ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ഫോളോയിങ് ഓർ ഡ്യൂറിങ് ദ സെക്കൻഡ് ഓർ ഡ്യൂറിങ് ദ തേർഡ് സ്റ്റേജ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, ഓവർ ദ കോഴ്സ് ഓഫ് ഡ്യൂറിങ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് ഓഫ് ഫോളോയിങ് സെക്കൻഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിന് അടുത്തതായി അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിന് അടുത്തായി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ പ്രോസസ്സിലും അല്ലെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫൈൻ. സോ ദ തേർഡ് വൺ ഈസ് it's continuation ആണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ. സോ യു ക്യാൻ സീ when after once, stage A, stage B. So you can see when stage A is completed എന്ന് പറയാം, അല്ലെങ്കിൽ ആഫ്റ്റർ ദ സ്റ്റേജ് എ, അല്ലെങ്കിൽ പറയാം വൺസ് സ്റ്റേജ് എ ഈസ് കംപ്ലീറ്റഡ് ദ സ്റ്റേജ് ബി ബിഗിൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ വെൻ വൺസ് ദിസ് സ്റ്റേജ് ഈസ് കംപ്ലീറ്റ്, പിന്നെ അവിടെ സ്റ്റേജ് ബി, സ്റ്റേജ് എ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റേജ് എ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സ്റ്റേജ് ബിയിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് 1ൻ്റെ ഒരു പാർട്ട് 1 അല്ലെങ്കിൽ ഒരു സെക്ഷൻ 1 കഴിഞ്ഞ ശേഷം സെക്ഷൻ 1 ബിയിലേക്ക് കിടക്കുന്നതാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ ബിഫോർ ഉപയോഗിക്കാം. ബിഫോർ സ്റ്റേജ് ബി, ബിഫോർ സ്റ്റേജ് എ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ സ്റ്റേജ് ബിക്ക് തൊട്ട് മുമ്പായി അല്ലെങ്കിൽ സ്റ്റേജ് എക്ക് മുമ്പായിട്ടുള്ള രീതിയിൽ നമുക്ക് ബിഫോർ അവിടെ ഉപയോഗിക്കാം. പിന്നെ ആഫ്റ്റർ ഫോളോയിങ് സ്റ്റേജ് ബി, ഇതെല്ലാം നമുക്കവിടെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു സെഷൻ കഴിഞ്ഞിരിക്കുന്നു, ദെൻ വി ആർ മൂവ്ഡ് അല്ലെങ്കിൽ ദ പ്രോസസ് ഈസ് മൂവ് ടു ദ നെക്സ്റ്റ് സെഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സെഷൻസ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ last stage, the process is going to finish or the cycle is going to finish. You can use these phrases there: finally, ultimately, eventually. The finally means the last step of a particular process. Imagine a paper production. In a paper production, the last process may be the package of paper. So you can use finally the paper is packed and eventually transported to the concerned parties for selling എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി എന്ന് പറയാം, അല്ലെങ്കിൽ ഇവൻച്വലി എന്ന് പറയാം. ഇവൻച്വലി ദ പേപ്പർ ഈസ് പാക്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ദ ഡീലേഴ്സ് എന്ന് പറയാൻ സാധിക്കും. ദെൻ ദ ലാസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓർ ദ ഫൈനൽ സ്റ്റേജ് ഈസ് വെൻ, എപ്പോഴാണ് ലാസ്റ്റ് സ്റ്റേജ്, എപ്പോഴാണ് അല്ലെങ്കിൽ വെൻ ദ പേപ്പർ ഈസ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഈസ് വെൻ ദ പേപ്പർ ഈസ് പാക്ഡ്. അടുത്തോണ്ട് ദ പ്രോസസ് എൻഡ്സ് വെൻ ദ പേപ്പർ ഈസ് പാക്ഡ് ഇൻ ദ കമ്പനി. ഇല്ലേ പറയാം, ദ പ്രോസസ് എൻഡ്സ് വിത്ത് ദ പാക്കിംഗ് ഓഫ് പേപ്പർ. സോ ഇതെല്ലാം നമ്മളിവിടെ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടി, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലാസ്റ്റ് സ്റ്റേജിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോസസ്സിൻ്റെ എൻഡിങ്ങിനെ കാണിക്കാനായിട്ടാണ്. അത് സൈക്കിൾ ആയിക്കോട്ടെ പ്രോസസ് ആയിട്ട് എൻഡിങ്ങിനെ കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ദീസ് ആർ ദ ഗ്രാമർ സെഷൻസ്. നമുക്കൊന്നുകൂടെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം.
സോ ടെൻസ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, കാരണം ഒരു ടൈം ഡ്യൂറേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇയർ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ പറയാൻ ശ്രമിക്കുക. പിന്നെ പാസീവ് വോയിസ് ടു ആക്റ്റീവ് ഫോം, പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് ഇത് ശ്രദ്ധിക്കേണ്ട. നാച്ചുറൽ ഈവൻസ് ആണെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ഫോം ഉപയോഗിക്കുക, ആർട്ടിഫിഷ്യൽ ഈവൻസ് ആണെങ്കിൽ പാസീവ് ഫോമിൽ പറയാൻ ശ്രമിക്കുക. ദെൻ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു ടൂളിൻ്റെ പർപ്പസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡൺ യൂസിങ് ഡൺ ത്രൂ എന്ന് പറയാൻ ശ്രമിക്കുക. അതേസമയം അവിടെ ഒരു മെത്തേഡാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഫിൽട്രേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡാണെങ്കിൽ അവിടെ ടൂളും മെത്തേഡും നമ്മൾ വ്യത്യാസം മനസ്സിലാവും. അതായത് ടൂൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫിൽട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, മെത്തേഡ് ആണെങ്കിൽ ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയാം. ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അവിടെ മെത്തേഡാണ് യൂസെങ്കിൽ ഇറ്റ് ഈസ് ഡൺ ത്രൂ എന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ. ദെൻ ലിങ്കിങ്, അതായത് ഫസ്റ്റ് സ്റ്റേജ് ലിങ്ക് ചെയ്യാൻ ഫസ്റ്റ്ലി, ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ഓഫ്, ദെൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓർ അറ്റ് ഇൻ ദ ബിഗിനിങ്, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെൻറ്റൻസിനെ ലിങ്ക് ചെയ്യാൻ, ലിങ്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ദ സെക്കൻഡ് വൺ ഈസ് മിഡിൽ സ്റ്റേജസ് മീൻസ് നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദിസ്, ആഫ്റ്റർ ദാറ്റ്, ഫോളോയിങ് ദിസ്, ഫോളോയിങ് ദാറ്റ്, ആഫ്റ്റർ വാർഡ്സ്, ഓൾ ദീസ് ഫ്രേസസ് ക്യാൻ ബി യൂസ്ഡ് there. And then in order to depict the last stage, you can use finally, ultimately, eventually. Finally, ultimately, eventually, these phrases can be used there. So these are the grammar side of this particular session. And so we are going to the sample question. So here you can see the diagram below shows the process of using water to produce electricity. So വാട്ടർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. സമ്മറൈസ് ദ ഇൻഫർമേഷൻ ബൈ സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് മേക്ക് കമ്പാരിസൺസ് വെർ റെലവൻറ്റ്. സോ റൈറ്റിംഗ് ടാസ്ക് 1-ൻ്റെ അകത്ത് എല്ലായിടത്തും തന്നെ വി ക്യാൻ സി സമ്മറൈസ് ദ ഇൻഫർമേഷൻ ബൈ സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ് എന്നൊരു കാര്യം സാധിക്കും. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ലാക്കിംഗ് ദിസ്. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. വെൻ ഐ ഗോയിങ് വിത്ത് ദ റൈറ്റിംഗ് ടാസ്ക് 1 purpose, I have seen many students are writing the entire thing, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ എക്സീഡ് ദ വേർഡ് കൗണ്ട് ഓഫ് അറൌണ്ട് 200 or 230 words. സോ ദാറ്റ് വോണ്ട് ഗീവ് യു ദ എക്സാക്ട് സ്കോർ. സോ അതിനവരവിടെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ്, ഈ പ്രോസസ്സിലെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം പകരം എന്താണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് വളരെ എന്താണ് പറയുന്നത് മെയിൻ ഫീച്ചേഴ്സിനും മാത്രമാണ്. മെയിൻ ഫീച്ചേഴ്സിനാണ് നിങ്ങളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ റെലവൻറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കമ്പാരിസൺസ് നടത്തുകയും ചെയ്യണം. ഓക്കെ, ഫൈൻ. സോ യു ക്യാൻ സീ ദ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ സീ ഡിഫറെൻറ്റ് തിങ്സ് ഹിയർ. സോ ഒരു സീയിലേക്ക് മഴ പെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ക്ലൗഡ് ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. പിന്നീട് മഴ പെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ റെയിൻ ഈസ് ഹാപ്പനിങ്, ദെൻ ദ വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ എ റിസർവോയർ, ദെൻ വാട്ടർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ turbine, and the reversible pump is used to again they are restoring the water to the reservoir again, and the produced electricity is going to the national high voltage cables, and it is going to the to another place. Then they are separating, then they are distributing the electricity to different places. ഇതൊക്കെ ആ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് കാണിച്ചു. സോ പല ഒരു സ്റ്റെപ്സ് ഉണ്ടല്ലേ, പല പ്രോസസ്സ്. ഇറ്റ്സ് എ പ്രോസസ്, ഇറ്റ്സ് നോട്ട് എ സൈക്കിൾ. ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും പല ഹാപ്പനിങ്സ് ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഴ പെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ പ്രോസസ്സ്, പിന്നീട് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് പല സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ 3 സ്ഥലങ്ങളിലായിട്ട് 3 സ്റ്റെപ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ സീ വി ക്യാൻ ഗോ ടു ദ സാമ്പിൾ ആൻസർ. ഓക്കെ, so hope you can understand the picture. So the sample answer is, so here 3 paragraphs. So we can see model answers. നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ റൈറ്റിംഗ് ടാസ്ക് കൊണ്ട് ഒരു പ്രോസസ് ആൻഡ് സൈക്കിൾ എഴുതുന്ന സമയത്ത് initially as like all the other questions and types of questions, we have to give an explanation. നമ്മൾ എന്തിനാണ് ഒരു എക്സ്പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യണം. So you can see the picture explains the process through which water is used to produce electric power. All in all, it comprises over 10 stages. സോ ഇവിടെ മൊത്തത്തിൽ എന്താണ് പറയുന്നത്, ഈ പിക്ചർ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണ്, പ്രോസസ് ത്രൂ വിച്ച് വാട്ടർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ പവർ. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് വാട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് കംപ്രൈസസ് ഇൻ ഓൾ ഇറ്റ് കംപ്രൈസസ് ഓവർ 10 സ്റ്റേജസ്. ഏകദേശം നമുക്ക് 10 സ്റ്റേജുകളോളം ഉണ്ട്. സോ വി ക്യാൻ സി, അല്ലെങ്കിൽ നമ്മളൊരു ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾ ഇൻ ഓൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ് കംപ്രൈസസ് ഓവർ 10 സ്റ്റേജസ് വിച്ച് ആർ റാദർ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ റാദർ കോംപ്ലക്സ്. ഒരു കോംപ്ലക്സ് ആയിട്ടൊരു പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. യു ക്യാൻ സേ വിച്ച് ആർ റാദർ കോംപ്ലക്സ് എന്ന് പറയാം. അതൊരു സിമ്പിൾ പ്രോസസ്സാണ്, ഒരു സ്റ്റേജസിലൂടെ പോകുന്നൊരു സിമ്പിൾ പ്രോസസ്സാണ് ഈ വിച്ച് ആർ റാദർ സിമ്പിൾ എന്ന് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിന് ശേഷം ഫസ്റ്റ് ബോഡി, നമ്മുടെ ഒരു ബോഡി പാരഗ്രാഫിലേക്ക് കിടക്കുകയാണ്. അതായത്
അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പ്രോസസ്സിനെ. യു ക്യാൻ സീ ദ പ്രോസസ് ബിഗിൻസ് വെൻ സീ വാട്ടർ ഈസ് ഹീറ്റഡ് ബൈ ദ സൺ ആൻഡ് ഇവാപ്പറേറ്റ്സ് ടു ഫ്രം സ്മോൾ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. സോ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഒരു ഗ്രാമറിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ സീ ദ പ്രോസസ് ബിഗിൻസ് വെൻ, എപ്പോഴാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വെൻ സീ വാട്ടർ ഈസ് ഹീറ്റഡ് ബൈ ദ സൺ, സൂര്യൻ്റെ ചൂട് കൊണ്ട് എന്ത് ചെയ്യുന്നു? സീ വാട്ടർ ഹീറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവാപ്പറേറ്റ്സ് ടു ഫോം സ്മോൾ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. ആകാശത്തിലേക്ക് ഇവാപ്പറേഷൻ ഉണ്ടായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് സ്മോൾ ക്ലൗഡ്സ്, ചെറിയ ക്ലൗഡ്സ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ജനറേറ്റിംഗ് ഓൺ ദ സ്കൈ. നെക്സ്റ്റ് they merge into a storm cloud. So these small clouds are merging into a small clouds and they are become ഒരു storm cloudലേക്ക് മാറുന്നു, which then rains over the mountains. പിന്നീട് എന്ത് സംഭവിക്കുന്നു? It rains over the mountains or wherever it is. So പിന്നീട് ഇത് മഴയായിട്ട് പെയ്യുന്നു. Then this rain water is gathered in the reservoir behind a dam. ഒരു ഡാമിൻ്റെ പുറകിലുള്ള റിസർവോയർ, ഡാം ആൻഡ് റിസർവോയർ. സോ ആ റിസർവോയർ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ കണ്ടൻറ്റിനാണ് റിസർവോയർ എന്ന് പറയുന്നത്. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷനെയാണ് ഡാം എന്ന് പറയുന്നത്. സോ ആ ഡാമിൻ്റെ പുറകിലായിട്ട് അല്ലെങ്കിൽ ഡാമിൻ്റെ പിന്നിൽ എന്ത് സംഭവിക്കുന്നത്? റിസർവോയറിൽ ആ വാട്ടർ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ടു ഫോളോയിങ് സ്റ്റെപ്സ് involve a pipe which connects the reservoir to a turbine as well as a pump and it controlled using a valve. സോ അവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വാൽവ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ്സ് എ പൈപ്പ് വിച്ച് ഇസ് കണക്ട് ടു റിസർവോയർ. റിസർവോയറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ടു എ ടർബൈൻ, ദിസ് ദ അതർ എൻഡ് ഓഫ് ദ പൈപ്പ് ഈസ് കണക്റ്റഡ് ടു എ ടർബൈൻ. ടർബൈൻ മീൻസ് ദ ജനറേറ്റർ വിച്ച് ഇസ് ഗോയിങ് ടു വിച്ച് ഇസ് പ്രൊഡ്യൂസിങ് ദ ഇലക്ട്രിസിറ്റി. കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് കൺട്രോൾഡ് യൂസിങ് എ വാൽവ്, ഒരു വാൽവ് ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ 3 തിങ്സ്, ഒരു പൈപ്പുണ്ട്, ഒരു ടർബൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ ഇടയിൽ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ എന്തുണ്ട്? ഒരു വാൽവ് കൂടി അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ വൺസ് ദിസ് വാൽവ് ഈസ് ഓപ്പൺഡ്, water flows into the turbine and rotates it to produce electrical current, following which it is pumped back to the reservoir. So when the valve is open, valve open ചെയ്യുന്ന സമയത്ത് water flows to the turbine, ടർബൈനിലേക്ക് എത്തുന്നു, and it rotates the turbine, then electricity is generated and again the used water is pumped back to the reservoir. മറ്റൊരു പമ്പ് ഉപയോഗിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ആ റിസർവോയറിലേക്ക് എന്ത് സംഭവിക്കുന്നു? ഇത് പമ്പ് ചെയ്ത് കളഞ്ഞു. സോ ദേ ആർ നോട്ട്, ഇറ്റ്സ് ഹിയർ ദ വാട്ടർ ഇസ് നോട്ട് വേസ്റ്റിംഗ്, വാട്ടർ വേസ്റ്റ് ആകുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്ത വാട്ടർ വീണ്ടും റിസർവോയറിലേക്ക് പമ്പ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദിസ്, ഇതിന് ശേഷം ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടർബൈൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ ത്രൂ ഹൈ വോൾട്ടേജ് കേബിൾസ്. ദ പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ. you can see a transformer station there. ട്രാൻസ്ഫോമർ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എന്തുപയോഗിച്ചാണ് സ്റ്റേഷൻ? ത്രൂ ഹൈ വോൾട്ടേജ് കേബിൾസ്, ഹൈ വോൾട്ടേജ് കേപ്പബിലിറ്റി ഉള്ള കേബിൾസിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? ഈ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് ഇലക്ട്രിസിറ്റി അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. Then the last stage is when the electrical power is being delivered to the domestic and industrial consumers as well as educational and medical facilities. The last stage എന്ന് പറയുന്നത് പ്രൊഡ്യൂസ്ഡ് ചെയ്ത ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു? ഈസ് ബീങ് ഡെലിവേർഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ വീട്ടാവശ്യങ്ങൾക്കും ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ്, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറികൾക്ക് ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള കൺസ്യൂമേഴ്സിനും ആസ് വെൽ ആസ് എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്, നമ്മുടെ സ്കൂളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് ആൻഡ് അക്കോർഡിംഗ് ടു ദെയർ റിക്വയർമെൻറ്റ്. സോ ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ്. മഴ പെയ്യുന്ന വെള്ളത്തെ റിസർവോയറിൽ സേവ് ചെയ്യുന്നു, അവിടെ ഒരു ഡാമിലൂടെ ഒരു പൈപ്പ് ഉപയോഗിച്ച് ടർബൈനിലേക്ക് ആ വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നു, ആൻഡ് ദ ഫോഴ്സ് ഓഫ് ദ വാട്ടർ റൊട്ടേറ്റ്സ് ദ ടർബൈൻ ആൻഡ് ദ ഇലക്ട്രിസിറ്റി ഈസ് ബീങ് created and the used water is again pumped back to the reservoir and the created electricity is transferred to the transformer station through using high voltage cables, and it again as a final stage the electricity is being distributed or delivered ടു ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ആവശ്യക്കാർ അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ആൾക്കാർക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസേഴ്സിനും പിന്നെ ഹോസ്പിറ്റൽസിനും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുക്കും. ദെൻ ദ ഫൈനൽ സെൻറ്റൻസ് ഈസ് ഓവറോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഈസ് ജനറേറ്റഡ് യൂസിങ് വാട്ടർ ഫ്രം ദ സീ ത്രൂ എ റിലേറ്റീവ്ലി സോഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ്. ഹിയർ ദർ ഇസ് നോ കോംപ്ലിക്കേഷൻസ് വി ക്യാൻ നോട്ടീസ്. അത്ര വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തില്ല. അത് ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്. മേ ബി ദ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ദ പ്രോസസ് ഈസ് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഹെവി, ബട്ട് ദിസ് ആസ് എ ഹോൾ അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പറയാൻ സാധിക്കും ആ ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് തന്നെ അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. സോ വി ക്യാൻ സി, അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറോൾ പറഞ്ഞ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഈസ് ജനറേറ്റഡ്, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചുള്ള ഒരു ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് വാട്ടർ ഫ്രം ദ സീ, എങ്ങനെയാണ് കടലിൽ നിന്ന് ഉപയോഗിക്കുന്നത്? ത്രൂ എ റിലേറ്റീവ്ലി സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊസീജിയർ. റിലേറ്റീവ്ലി സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്താണ്, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചാണ് വാട്ടർ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ
this particular question. You can see, so the water is evaporating and the small clouds are forming, then it became a storm cloud and it is raining over the mountains, and then the rained water is collected in a reservoir behind a dam, and a pipe is connected between the reservoir and the turbine by which is controlled by a valve, and when the valve is open, the water flows through the pipe and it rotates the turbine, and the electricity is also generated, and the used water is again pumped back to the reservoir without wasting the water. Then the created electricity is transferred to the transformer house using high voltage cables, and then again distributed to different places like hospitals, educations, domestic uses, then industrial uses. ഇവർക്കെല്ലാം എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. The process ends there, അല്ലെങ്കിൽ ആ പ്രോസസ്സ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു. ഇത് എന്ന് പറയുന്നത് വീണ്ടും, അല്ലെങ്കിൽ ആ നമ്മളുടെ വാട്ടർ അല്ലെങ്കിൽ റിസർവോയറിൽ നിന്ന് ടർബൈനിലേക്ക് എത്തി, ടർബൈനിൽ നിന്ന് പമ്പിലേക്ക് വന്ന് അത് വീണ്ടും റിസർവോയറിൽ പമ്പ് ചെയ്യുന്നു. അതൊരു പ്രോസസ്സ് അല്ല, അതൊരു സൈക്കിളാണ്. ബട്ട് ഇത് അതിലൊരു ചെറിയ പോർഷൻ മാത്രമേ സൈക്കിളായിട്ട് കാണാം, പക്ഷേ ഇത് എൻറ്റയർലി ഇതൊരു പ്രോസസ്സാണ്. കാരണം ആ ഒരു പോർഷൻ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി മാത്രമേ കണ്ടിന്യൂസ് നടക്കുന്നു, ബാക്കി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് എൻഡ് യൂസേഴ്സിലേക്ക് എത്തുന്നുണ്ട്. സോ അഗെയിൻ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു ക്യാൻ റിയലൈസ്, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് the answer for this question. So one more sample question is there. It's a cycle. So you can see the diagram below shows the life cycle of honeybee. So we have seen a lot of time. അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ നോക്കിയാലും നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ഹണി ബീസിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സൈക്കിൾ. ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്, എപ്പോഴും നടന്ന് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. സോ യു ക്യാൻ സി അല്ലെങ്കിൽ ഹണിബീസ് എഗ് ലേഡ് ചെയ്യുന്നത് മുതൽ ലാർവ ആകുന്നതിലൂടെയോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഒരു 4 days എത്രത്തോളം മെച്യൂരിറ്റി എത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ ഗോ ടു ദാറ്റ്. So this is the model answer. Ganga Devi, yes, good morning sir. Ganga Devi, good morning. The next one is model answer. So you can see here നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 പാരഗ്രാഫ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സി ഹിയർ ദ ചാർട്ട് ഇല്ലസ്ട്രേറ്റ്സ് ദ സ്റ്റേജസ് ഇൻ ദ ലൈഫ് ഓഫ് ഹണി ബീ. ഹണി ബീസിൻ്റെ ഒരു ലൈഫിലുണ്ടാകുന്ന സ്റ്റേജസ് ആണ് ഈ ചാർട്ട് ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓൾ ഇൻ ഓൾ മൊത്തത്തിൽ this life cycle is comprised of six stages. You can see there totally 6 stages are there from egg to maturity. അല്ലെങ്കിൽ എഗ് ബീസ് അല്ലെങ്കിൽ ബീസ് ലെയ്ഡ് ചെയ്യുന്ന എഗ്ഗ് അത് ലാർവയാവുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നത് മെച്യൂരിറ്റിയിലേക്ക് എത്താണ്ട് മൊത്തത്തിൽ എത്ര 6 stages എടുക്കുന്നു. ആൻഡ് ടേക്സ് അപ്രോക്സിമേറ്റ്ലി 5 weeks, 34 to 36 days to be exact to complete. So totally it takes 5 weeks, which means 34 to 36 days to be exact to complete. The process completes when it became a honeybee. ഒരു ഹണിബി ആയി മാറുന്നതിലൂടെ സംഭവിക്കുന്നു, ആ പ്രോസസ്സ് എൻഡ് ആകുന്നുണ്ട്. സോ അതിന് മൊത്തത്തിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നതാണ് 34 to 36 days. Then the second paragraph, the first stage is when the female bees lays up to a couple of oval eggs once every 72 hours. So ഇവിടെ പറയുന്ന ഒരു കാര്യം, ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ദ ഫീമെയിൽ ബീസ് എഗ് ലേ ചെയ്യുമ്പോഴാണ്. എഗ് ലേ ചെയ്യുന്നത് വൺസ് എവറി 72 hours, അതായത് 72 മണിക്കൂർ കൂടുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്ന അവരെ മുട്ട അല്ലെങ്കിൽ അവരുടെ മുട്ട അവരെ ലേ ചെയ്യുന്നുണ്ട്. ദെൻ ദീസ് എഗ്സ് ഹാച്ച് ബിറ്റ്വീൻ 9 and 10 days later and immature bees called nymphs emerge with the the typical bee stripes. So നിംഫ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ദീസ് എഗ് എന്താണ് പറയുന്നത് ഹാച്ചറിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നാച്ചുറൽ ഹാച്ചറി ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അവർ ഹാച്ചിങ്ങിന് വെക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ഹാച്ച് ചെയ്യുന്നു, അതിനുശേഷം എന്താ ആൻഡ് ഇമ്മച്വർ ബീസ് അല്ലെങ്കിൽ ആ ഒരു പ്രായപൂർത്തിയാകാം അല്ലെങ്കിൽ ആ ടൈം വെക്കാത്ത ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ബീസ് എന്ത് ചെയ്യുന്നു, കോൾഡ് നിംസ്, അതിന് വിളിക്കുന്ന നിംസ് എമേർജ് വിച്ച് ലാക്സ് ദ ടിപ്പിക്കൽ ബീ സ്ട്രിപ്സ്. അല്ല എന്താണ് പറയുക, അവരൊരു ടീയുടെ സ്ട്രിപ്സ് ഇല്ലാതെ തന്നെ അവരെന്ത് ചെയ്യും, വളർന്നുകൊണ്ടിരിക്കും. സോ അവർക്ക് ഒരു ഇമ്മച്യൂർഡ് ബീസ് ആയിട്ടാണ് അവരെ കമ്പയർ ചെയ്യുന്നത്. ദെൻ ഓവർ ദ നെക്സ്റ്റ് വീക്സ് നിംസ് എക്സ്പീരിയൻസ് 3 മോൾട്ടിംഗ് സ്റ്റേജസ്. സോ 3 സ്റ്റേജസ് ആണ് മോൾട്ടിംഗ്, അല്ലെങ്കിൽ വളർന്നു വരാനുള്ള 3 മോൾട്ടിംഗ് സ്റ്റേജസ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ദേ ഷെഡ് ദെയർ സ്കിൻസ് ടു അലൗ ഫർദർ ഗ്രോത്ത് ടു ഒക്കർ.
എന്ത് സംഭവിക്കുന്നു? അവരെന്ത് ചെയ്യുന്നു? ഷെഡ് ദെയർ സ്കിൻ സ്റ്റോൾ, അവരുടെ സ്കിൻ എന്ത് ചെയ്യുന്നു? ഫർദർ ഗ്രോത്ത് ടു ഒക്കർ, അവരുടെ സ്കിന്ന് അല്ലെങ്കിൽ മറ്റൊരു ലെവലിൽ വളർന്നു വരുന്നതിൽ മറ്റൊരു ചേഞ്ചിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് മോൾട്ടിങ് ഹാപ്പനിങ് 5 days ആഫ്റ്റർ ദ എഗ് ഹാച്ച്, 5 മാസത്തിന് ശേഷമാണ് ഫസ്റ്റ് മോൾട്ടിങ് അവരുടെ ഒരു ചേഞ്ച് സ്കിന്നിൽ ഉണ്ടാകുന്നത്. A week after which the second stage one takes place. ഒരാഴ്ചയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു? വീണ്ടും അടുത്തൊരു സ്റ്റേജ് ഉണ്ടാകുന്നു. 9 days late nymph molts for the third time and young adult honeybees emerge. As a final stage എന്ത് സംഭവിക്കുന്നു? മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ യങ് ഹണി ബീസ് ആയിട്ട് അവർ എമർജ് ചെയ്യുന്നു. ദ ഫൈനൽ സ്റ്റേജായി മാറുകയാണ്, അല്ലെങ്കിൽ ആ ഹണി ബീസ് എന്തായി മാറുന്നു? അവർ ഹണി ബീസ് ആയി മാറുന്ന ടൈം എന്ന് പറയുന്നത് 9 ദിവസത്തിന് ശേഷമാണ്. ഐഡൻറ്റിഫൈഡ് ബൈ ദർ ഹൊറിസോണ്ടലി സ്ട്രിപ്ഡ് ബാക്സ്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്? അവരുടെ ബാക്ക് സൈഡിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രിപ്സ് അല്ലെങ്കിൽ ആ ബ്ലാക്ക് സ്ട്രിപ്സ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദീസ് ടേക്ക് 4 more days to mature into larger adult bees whose backs are more marked with the bolder and darker stripes. പിന്നീട് സംഭവിക്കുന്നു, ദീസ് ടേക്സ് 4 more days, അടുത്തൊരു 4 ദിവസം കൂടി കഴിയുമ്പോൾ സംഭവിക്കുന്നു ടു മെച്യൂർ ഇൻ ടു ലാർജർ അഡൾട്ട്സ്, അല്ലെങ്കിൽ ലാർജർ അഡൾട്ട്സ് ആയി മാറാനായിട്ട് സംഭവിക്കുന്നു 4 more days കൂടെ വരികയാണ്. സോ adult bees whose backs are marked with bolder and darker types, അവരുടെ ബാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടെ ബോൾഡർ, അല്ലെങ്കിൽ അവർ ആ 5 ദിവസത്തിന് ശേഷം ഉണ്ടായ പുറകിലത്തെ അല്ലെങ്കിൽ ഒരു ബാക്ക് ഒരു കറുത്ത വര, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സ്ട്രൈപ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബോൾഡ് ആവും. ആൻഡ് ദ സൈക്കിൾ സ്റ്റാർട്ട്സ് ഓവർ അഗെയിൻ. then again the process starting. It's a cycle. So ഒരു മൊത്തത്തിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 35 or 34 to 36 ഡേയ്സ് കൊണ്ടാണ് ഒരു മുട്ട അല്ലെങ്കിൽ ഒരു എഗ്ഗ് ലേഡ് ചെയ്ത ശേഷം അത് ഓപ്പൺ അപ്പ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു അഡൾട്ട് ബി ആയി മാറാനായിട്ട് എടുക്കുന്ന മൊത്തം ടൈമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, പ്രോസസ്സുണ്ട്, അതോടൊപ്പം തന്നെ സൈക്കിളും ഉണ്ട്. പ്രോസസ്സ് എഴുതുന്ന സമയത്തും സൈക്കിൾ എഴുതുന്ന സമയത്തും നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുൾ ആകുക. നിങ്ങൾ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന വെക്കാബ്സ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ്, നിങ്ങളുടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി. റൈറ്റ് ടാസ്ക് 1-ൽ നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്കിനെ എടുക്കുന്ന ടോപ്പിക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റെലവൻസ് അല്ലെങ്കിൽ ഈ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള തിങ് എടുത്ത് നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. അതർവൈസ് നിങ്ങൾക്ക് അതിൻ്റെ എക്സാക്റ്റ് ഐഡിയ എക്സാമിനേഴ്സിന് കൊടുക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ തിങ്. സോ ഇതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. ദ പ്രോസസ് ആൻഡ് സൈക്കിൾ മാപ്പിനെയാണ് നമ്മൾ കൂടുതലായിട്ട് കുറച്ചുകൂടി നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. സോ ഇൻ ദ അപ്കമിങ് സെഷൻസ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ഓരോ ടൈപ്സ് ഓഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലൈൻ ഗ്രാഫോ പൈ ചാർട്ട് അങ്ങനെയുള്ള സെഷൻസ് ആയിരിക്കും അപ്കമിങ് സെഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹൗ ടു ടാക്കിൾ ഇറ്റ്, എങ്ങനെയാണ് നമുക്ക് ഒരു പ്രോപ്പർ സ്കോറിലേക്ക് എത്താൻ പറ്റുന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ ശ്രദ്ധിക്കാം on the upcoming sessions. So thank you all for joining me with the live, and this is Vineethan Vijayan signing out. Thank you again.